DUCATI, Ducati. I was like, wow. ഹായ് എവരി വൺ. സോ എൻ്റെ പേര് വിഷ്ണു. ഐ എം ബേസിക്കലി ഫ്രം കേരള. പക്ഷേ ഇപ്പം കുറേ നാളായിട്ട് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് ലവ് ബൈക്സ്. എൻ്റെ ലവ് ഫോർ ഓട്ടോമൊബൈൽസ് ചെറുപ്പത്തിൽ മുതലേ എനിക്ക് ഭയങ്കരമായിട്ടുള്ളതായിരുന്നു. ഐ തിങ്ക് വെൻ ഐ വാസ് മേ ബി ഒരു 5-6 വയസ്സുള്ളപ്പോൾ മുതൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ടോയ്സ്, സേ ഫോർ എക്സാമ്പിൾ കളിപ്പാട്ടം, കാറ് അല്ലെങ്കിൽ ബൈക്ക് അങ്ങനെ കൊണ്ടുതന്നു കഴിഞ്ഞാൽ ഐ യൂസ് ടു ബി വെരി ഫാസിനേറ്റഡ്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, നമ്മളിപ്പോൾ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യുമ്പോഴും ദ വേ ഇറ്റ് ഗോസ് ഫോർവേഡ്, പുറകോട്ട് വരുന്നത്, അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്കൊരു ഫാസിനേഷൻ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. ആൻഡ് ഈ കളിപ്പാട്ടമൊക്കെ കുറച്ച് നാൾ യൂസ് ചെയ്തതിനു ശേഷം ഐ യൂസ് ടു ഡിസ്മാൻഡിൽ ഇറ്റ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അകത്തുള്ള പാർട്സൊക്കെ നോക്കുക, എന്നിട്ട് പിന്നെയും അസംബിൾ ചെയ്തിട്ട് വീണ്ടും ഐ യൂസ് ടു മേക്ക് ഇറ്റ് വർക്ക്. സോ ദാറ്റ് യൂസ് ടു ബി എ ഹാപ്പിനെസ് ഫോർ മീ. എല്ലാം അഴിച്ച് തിരിച്ച് പണിഞ്ഞ് അത് വീണ്ടും വർക്കിംഗ് കണ്ടീഷനിൽ എത്തിച്ചു. അത് ഐ തിങ്ക് മൈ പാരൻസ് നോട്ടീസ്ഡ് ഇറ്റ് അറ്റ് എ യങ്ങർ ഏജ്. അന്നേരം അവർക്ക് മനസ്സിലായി എനിക്ക് ഓട്ടോമൊബൈലിനോടൊരു താല്പര്യമുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്റ്റഡീസ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തത്. മെയിൻലി അത് ഈ ഓട്ടോമൊബൈൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ലൈക്ക് ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ, എങ്ങനെയാണ് when you say 1000 RPM, that's like 1000 revolutions per minute. I mean, in such a minute, in a 60-second, 1000 times it's rotating. That used to fascinate me a lot. അങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് ഇൻഡെപ്ത് പഠിക്കണം, വൈ നോട്ട് എഞ്ചിനീയറിംഗ്. അതുവരെ എനിക്ക് സ്വന്തമായിട്ടൊരു ബൈക്കില്ലായിരുന്നു. ഐ മീൻ ഐ നെവർ ഹാഡ് എ ബൈക്ക്. ഐ ഓൾവേസ് ഹാഡ് എക്സ്പീരിയൻസ് വിത്ത് കാർസ്. പക്ഷേ ബൈക്ക് അങ്ങനെയായിട്ട് ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു വീട്ടിൽ, അത് മാത്രമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. പക്ഷേ അങ്ങനെ കോളേജ് ലൈഫിലെത്തി ഫസ്റ്റ് ഇയർ നത്തിങ് മച്ച്, അങ്ങനെ വലിയ സംഭവബഹുലമായിട്ടൊന്നും ഇല്ലായിരുന്നു ബൈക്സ് റിലേറ്റഡ്. പക്ഷേ സെക്കൻഡ് ഇയർ ആയപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് മാറി പുറത്ത് റൂംസ് എടുത്ത് താമസിക്കാൻ തുടങ്ങി ഫ്രണ്ട്സുമായിട്ട്. അങ്ങനെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഒന്ന് കൊച്ചിയിലുള്ള. സോ ഹീ ഗോട്ട് ഹിസ് ബൈക്ക് ഫ്രം ഹിസ് ബ്രദർ. അവൻ്റെ ബ്രദർ യൂസ് ചെയ്യുന്ന CBC ഉണ്ടായിരുന്നു അന്നേരം. സോ ദാറ്റ് വാസ് ദ ഐക്കോണിക് ബൈക്ക്. സോ അതൊരു ഐക്കോണിക് ബൈക്കായിരുന്നു. ഐ മീൻ എ പ്രോപ്പർ സ്പോർട്സ് ബൈക്ക് വിത്ത് ദ ലുക്സ് ആൻഡ് എവറിത്തിങ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് എൻ്റെ ഒരു ഓർമ്മയിൽ അതായിരുന്നു. അതിനു മുമ്പുണ്ട് RX100, അതൊക്കെ ഉണ്ട്. ബട്ട് ദാറ്റ് വാസ് മേ ബി ഡ്രാഗ് ഓറിയൻറ്റഡ് അങ്ങനെയുള്ളതായിരുന്നു. ഇതാണെങ്കിൽ ഒരു സ്പോർട്ടി ലുക്കും എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബൈക്കായിരുന്നു എനിക്ക്. സോ ഐ വുഡ് സേ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ലവ് ഇൻ ബൈക്ക് വിച്ച് കോട്ട് മൈ അറ്റൻഷൻ. CBC ഓർമ്മയില്ല, ബട്ട് ആ ടൈമിൽ ഐ തിങ്ക് ഇറ്റ് വാസ് അറൗണ്ട് 2001-2002 ടൈമിലായിരുന്നു തോന്നുന്നു. അന്നേരം ഹീറോ ഹോണ്ട ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു TV കമേഴ്ഷ്യൽ ഉണ്ടായിരുന്നു CBCയുടെ, ഒരു റിവീലിംഗ് ആയിട്ടുള്ള ക്രിക്കറ്റേഴ്സോ എന്തൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. ബട്ട് ദാറ്റ് വാസ് ഒരു CBCയുടെ ഡോം അതായിരുന്നു കാണിച്ചിട്ടുള്ള കമേഴ്ഷ്യലിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ദാറ്റ് വാസ് എ വെരി വെരി അട്രാക്റ്റീവ് തിങ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ലോങ് സ്ട്രക്ചർ, ഇറ്റ് വാസ് നോട്ട് ഷോർട്ട്, ഇറ്റ് വാസ് എ ലിറ്റിൽ ടോൾ. സോ അതെല്ലാം കൊണ്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളതാണ് എനിക്ക് ഡിസൈൻ തോന്നിയിരുന്നത്. ബൈക്കുമായിട്ടുള്ള ക്രേസ് കുറച്ച് കൂടി. ഇപ്പം ഫ്രണ്ടിൻ്റെ അടുത്തൊരു CBC ഇങ്ങോട്ട് എത്തിയപ്പം നമുക്കൊരു കുറച്ചൊരു തോന്നും, ഓക്കെ വൈ നോട്ട് മീ ഓൾസോ, വൈ കാണ്ട് ഐ ഗെറ്റ് നൗ ഐ മീൻ സെക്കൻഡ് ഇയർ ഓഫ് എഞ്ചിനീയറിംഗ്. അങ്ങനെ വീട്ടിൽ പക്ഷേ കുറച്ചൊരു ഹെസിറ്റൻ്റ് ആയിരുന്നു 2-വീലർ എടുത്ത് തരാനായിട്ട്, മെയിൻലി ബിക്കോസ് ഓഫ് ദ സേഫ്റ്റി പർപ്പസ്. എപ്പോഴും ഒരു പേരൻസിന് എപ്പോഴും ഒരു പേടിയുള്ള സംഭവമാണ് 2-വീലർ എന്ന് പറയുമ്പോൾ, ജസ്റ്റ് ബിക്കോസ് 2-വീൽ. ബട്ട് ദേ ഓൾസോ അണ്ടർസ്റ്റാൻഡ് റെസ്പോൺസിബിളായിട്ടും സേഫ്റ്റി ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആസ് റിസ്കി. ബട്ട് എന്തായാലും പേരൻസിൻ്റെ ഒരു സ്നേഹവും ആയതും കൊണ്ട് എപ്പോഴും ഒരു പേടിയുണ്ടാവും. അതുകൊണ്ടൊരു ചെറിയൊരു എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ കുറേ സമ്മതിപ്പിച്ചെടുത്തു. അങ്ങനെ ഒരു റെഡ് CBC വാങ്ങാമെന്ന് തന്നെ തീരുമാനിച്ചു. പിന്നെ പേരൻസിനോട് സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പം പിന്നെ ഓക്കെ അവർ ഉറപ്പാന്ന് പറഞ്ഞപ്പം പിന്നെ തപ്പാൻ തുടങ്ങി. ഓക്കെ ഇനി എവിടെയാണ് പോയി തപ്പേണ്ടത്. ഫസ്റ്റ് ഹാൻഡ് വാങ്ങാൻ താല്പര്യമില്ലായിരുന്നു, ബിക്കോസ് യു സ്റ്റിൽ സ്റ്റഡിങ്, അത്രയും വലിയൊരു ഇത് വേണമെന്നില്ല. അതുമാത്രമല്ല ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു ബൈക്ക് ഇന്നേവരെ യൂസ് ചെയ്തിട്ടില്ല. സോ ഐ ഡിഡ്ന്റ് വാണ്ട് ടു സ്റ്റാർട്ട് വിത്ത് എ ഫ്രഷ് ബൈക്ക്. ഐ ഡോണ്ട് നോ വാട്ട് ഇഫ് ഐ ഡ്രോപ്പ് ഇറ്റ് ഓർ സംതിങ്. അങ്ങനെ അതുകൊണ്ട് ഓക്കെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി സെക്കൻഡ് ഹാൻഡ് തന്നെ വാങ്ങാമെന്ന് വെച്ചു. സെക്കൻഡ് ഹാൻഡ് ഒരു ബൈക്ക് വാങ്ങി. ഇറ്റ് വാസ് എ ഗുഡ് ഡീൽ. നല്ല വെൽ മെയിൻറ്റൈൻഡ് കണ്ടീഷനായിരുന്നു. But again I got this color which I wanted, which is the red CBC. So I was happy. വാങ്ങിയ ശേഷം again the same thing, trying to make
the bike yourself, bike yours by making some എന്താ പറയുക കുറച്ചൊക്കെ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചെറിയ സ്റ്റിക്കറിങ് ഒക്കെ കൊടുത്ത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുക വിഷ്ണുവിൻ്റെ ബൈക്ക് അങ്ങനെയുള്ള രീതിയിൽ. അത് അങ്ങനെ ചെയ്തു. അന്നേരമുള്ള മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് വാസ് ടു ചേഞ്ച് ദ ടയർ. കാരണം കമ്പനി പ്രൊവൈഡ് എപ്പോഴും ഒരു മീഡിയം സൈസ് ടയർ ആയിരിക്കും. സോ ഫസ്റ്റ് തിങ് വാസ് ഓക്കെ ടയർ മാറ്റുക. ടയർ മാറ്റി ദെൻ അഗെയിൻ ഇപ്പോഴത്തെ പോലെ എത്ര ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ദിസ് വാസ് ഇൻ 2005 ഐ ബിലീവ്. 2005. ഇത്രയും ഇപ്പം നമുക്കുള്ള ഓപ്ഷൻസ്, മോഡിഫിക്കേഷൻ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ഐറ്റംസ് അങ്ങനെ നമുക്ക് കിട്ടാറില്ലായിരുന്നു. അന്നേരം ഉള്ളത് വെച്ചിട്ട് കുറച്ച് തട്ടിക്കൂട്ടി. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, മൈ ബൈക്ക് ഹാഡ് എ ബാറ്റ്മാൻ ഷേപ്ഡ് നമ്പർ പ്ലേറ്റ്. സോ ദാറ്റ് വാസ് ദ ഐഡൻറ്റിറ്റി ദാറ്റ് ഐ ഹാഡ്. വൈറ്റ് ഔട്ട്ലൈൻ വിത്ത് എ ബ്ലാക്ക് സ്റ്റിക്കറിങ്, അതിൻ്റെ മുകളിൽ റെഡിലായിരുന്നു നമ്പർ എഴുതിയിരുന്നത്. സോ that was the identity that I wanted to keep. I didn't want to put too many stickers, കാരണം എനിക്ക് അധികം അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാണിക്കണം. അങ്ങനെ ബൈക്കായി. ഓക്കെ. പിന്നെ അതിനുശേഷം പിന്നെ ബൈക്ക് എടുത്തിട്ടുള്ള റൈഡ്സ് ആയിരുന്നു. സോ ആസ് ഐ മെൻഷൻ, ഞാൻ ഹുബ്ലിയിലായിരുന്നു ടുവേർഡ്സ് നോർത്ത് കർണാടക. എന്നിട്ട് അവിടുന്ന് നമ്മുടെ പൂനെ ബോംബെ എക്സ്പ്രസ് ഹൈവേയുടെ പണി തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു ഹാഫ് വേ ആയി നിൽക്കുന്നതായിരുന്നു. അന്നേരം അത്രയും ട്രാഫിക് ഇല്ല. ദാറ്റ് വാസ് എ ഗുഡ് സ്ട്രെച്ച്. നമുക്ക് ബൈക്കൊക്കെ എടുത്ത് പോയി ട്രൈ ചെയ്യാനും ഓക്കെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ട്രാഫിക് ഇല്ല, കുറച്ചുകൂടി സേഫാണ്, ആൾക്കാർ പെഡസ്ട്രിയൻസ് ഇല്ല. അത് വി യൂസ് ടു ഓൾവേസ് ഗോ ദെയർ. ഒരു ഏർലി മോർണിംഗ് ആയിട്ട് വണ്ടി എടുത്ത് പോയി റൈഡിനൊക്കെ പോയായിരുന്നു. സോ ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് മോർ ആൻഡ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ബൈക്കിംഗ്. പക്ഷേ അതിനുശേഷം എൻ്റെ ബൈക്കിന് ഈ റെഡ് CBCയിലൊരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ക്ലോസ് ഫ്രണ്ട് ഇൻ മൈ എഞ്ചിനീയറിംഗ് കോളേജ് ഡേയ്സ്. സോ അവൻ എൻ്റെ ബൈക്ക് എടുത്തൊരു നിയർ സിറ്റിയിലേക്ക് പോയിരുന്നു. അവൻ്റെ ബർത്ത്ഡേ മറ്റോ ആയിരുന്നു, ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യാനോ മറ്റോ. വൈൽ റിട്ടേണിംഗ് ബാക്ക് ഹി വാസ് നോട്ട് വെയറിങ് എ ഹെൽമെറ്റ്. സോ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. വഴിയില്ലാത്ത ഒരു ട്രാക്ടർ നിർത്തിയിട്ടിട്ടോ മറ്റോ ഉണ്ടായിരുന്നു. റിഫ്ലക്ടർ ഇല്ലാത്തതുകൊണ്ട് ഹി കുഡന്റ് ഐഡൻറ്റിഫൈ ദാറ്റ് വാസ് സ്റ്റോപ്പ്. സോ കുറച്ച് സ്പീഡിലായിരുന്നു വന്നിരുന്നത്. അടുത്തെത്തിയപ്പോഴാണ് അറിഞ്ഞത്. ബട്ട് ബൈ ദെൻ വെൻ ഹി അപ്ലൈഡ് ബ്രേക്ക് പോയി ഇടിച്ചിരുന്നു. സോ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന ഹെഡിനായിരുന്നു. ഇറ്റ് വാസ് എ സ്മോൾ ഇഞ്ചുറി. വാസ് ജസ്റ്റ് എ സ്മോൾ ഹോൾ ഇവിടെ നേരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ദാറ്റ് വാസ് വെരി ഫേറ്റൽ. ഹി വാസ് ഡെഡ് ഓൺ സ്പോട്ട്. സോ ദാറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ്. ഇറ്റ് ഷുക്ക് ഓൾ ഓഫ് us. കാരണം ഞങ്ങളുടെ ഇത്രയും ക്ലോസ് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതും എഞ്ചിനീയറിംഗ് ടൈമിൽ വാസ് സംതിങ് വെരി ഷോക്കിംഗ്. ആൻഡ് ഇപ്പോഴും ഞങ്ങൾ ആലോചിക്കാറുണ്ടായിരുന്നു, നമ്മുടെ കോളേജ് ടൈമിൽ ചോരത്തിളപ്പും ആ ഒരു ഫാഷനും അത് കാണിക്കാനായിട്ട് നമ്മൾ ഹെൽമെറ്റ് ഒന്നും ഇടാറില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള അവസ്ഥ വരുമ്പോഴാണ് ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഗിയർ ഇസ്. സോ ഇപ്പോഴും ഞാൻ ആലോചിക്കും, ഇഫ് മൈ ഫ്രണ്ട് ഹാഡ് വോൺ എ ഹെൽമെറ്റ്, ഈവൻ ഇഫ് നോട്ട് ദ അതർ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ്, അവർ ഹെഡ് ഇഞ്ചുറിന്ന് സേവ് ആവുമായിരുന്നു. ഇറ്റ് വാസ് എ സ്മോൾ തിങ്, എ സ്മോൾ നെയിൽ വിച്ച് കോസ്റ്റ് ഹിസ് ഡെത്ത്. സോ ഐ വിൽ ഓൾവേസ് ടെൽ, പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു വെയർ ഹെൽമെറ്റ്. ഈവൻ ഇഫ് ഒരു ചെറിയ ഷോർട്ട് റൈഡിന് പോവുകയാണെങ്കിൽ പോലും ഹെൽമെറ്റ് മാൻഡേറ്ററി ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴാണ് നമ്മൾ, ഈവൻ ഇഫ് ഇറ്റ്സ് എ സ്മോൾ ഫോൾ ഓൾസോ സംതിങ് കുഡ് ഹാപ്പൻ. സോ ഓൾവേസ് ബി പ്രിപ്പയർഡ്, ടേക്ക് യുവർ ഓൺ പ്രിക്കോഷൻസ്. സോ അപ്പം അങ്ങനെ ഇൻസിഡൻറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ ആ ബൈക്ക് വെക്കാൻ അധികം മനസ്സ് വന്നില്ല. ബിക്കോസ് ഹി വാസ് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ. ആൻഡ് അത് പിന്നെ അങ്ങനെ ഒരു നെഗറ്റീവ് ഒരു ഇൻസിഡൻറ്റ് ആയതുകൊണ്ട് പിന്നെ വിചാരിച്ചു, ഓക്കെ നോ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, വിൽ ജസ്റ്റ് ഗെറ്റ് റിഡ് ഓഫ് ദ ബൈക്ക് ഫോർ നൗ ആൻഡ് വിൽ ബൈ സംതിങ് എൽസ് എന്ന് വിചാരിച്ചു. അങ്ങനെ ബൈക്ക് കൊടുത്ത് ഒഴിവാക്കി. പക്ഷേ എന്നിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. കാരണം ബൈക്ക് വാങ്ങി അധികം നാൾ യൂസ് ചെയ്തില്ലായിരുന്നു. വളരെ ആഗ്രഹിച്ച് വാങ്ങിയൊരു ബൈക്കായിരുന്നു. ഹാർഡ്ലി ഒരു 3 months യൂസ് ചെയ്തിട്ടുണ്ടാവും. അന്നേരമാണ് ഈ ഇൻസിഡൻറ്റ് സംഭവിച്ചത്. പിന്നെ ആലോചിച്ച് നോക്കി, ഒരു ബൈക്ക് കൂടി വേണം എന്തായാലും. അപ്പം അങ്ങനെയാണ് പിന്നീട് ആലോചിച്ച് CBC തന്നെ വാങ്ങണം. കാരണം CBC വാങ്ങി യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എങ്കിലും ഒന്ന് യൂസ് ചെയ്യണമല്ലോ, അത്രയും ആഗ്രഹിച്ച് വാങ്ങി. അങ്ങനെ വീണ്ടും തെരച്ചിൽ തുടങ്ങി CBCക്ക്. അങ്ങനെയാണ് എനിക്കൊരു ഒരു ലിമിറ്റഡ് എഡിഷൻ മോഡൽ CBC കണ്ട് അവിടെ ഹുബ്ലിയിൽ തന്നെ, ഇൻ നിയർ ബൈ ഏരിയ ഓൺലി. സോ ഇറ്റ് വാസ് എ കമ്പനി പ്രൊവൈഡഡ് CBC വിത്ത് സെൽഫ് സ്റ്റാർട്ട്. ആൻഡ് നമുക്ക് കറിസ്മയിൽ കിട്ടുന്ന ഒരു 6-spoke വീൽസ് ഉണ്ടായിരുന്നു, മാഗ്നീഷ്യം വീൽസ്, ദ സെയിം വീൽസ് കമ്പനി ഫിറ്റഡ് ആയിട്ട്. അതൊരു ലിമിറ്റഡ് എഡിഷനായിട്ട് അവർ ഇറക്കിയാണ്, ലിമിറ്റഡ് നമ്പർ ഓഫ് ഇറക്കിയായിരുന്നു. അതങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു ബൈക്ക് ഉണ്ടെന്ന് അറിഞ്ഞു. ഓക്കെ, ഐ വെൻ്റ് ഹെഡ്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ബൈക്കായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് 8,000 or 7,000 മറ്റോ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് ബ്ലൂ കളർ, not red. Yeah, it was not as flashy, but it had a elegant look with that black mag wheels ഒക്കെ ആയിട്ട് നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു. വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു, ഓടിച്ച് നോക്കി, ഇഷ്ടപ്പെട്ടു. ഓക്കെ, എൻ്റെ പിന്നെ ഒരു രീതി, എനിക്കൊന്ന് വണ്ടി എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കുന്ന താല്പര്യമില്ല. ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ചെയ്യുക, വണ്ടി സ്വന്തം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാം. സംസാരിച്ചു, ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞില്ല. ഇറ്റ് വാസ് എ ലിറ്റിൽ ഹയർ
ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ ആ ടൈമിലുള്ള ഒരു മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഹൈലി പ്രൈസ്ഡ് ആയിരുന്നു. ബട്ട് ഹൗവർ ഐ സോ ദ വാല്യൂ ഇൻ ദ ബൈക്ക്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് പറഞ്ഞിരുന്നു ഇത്രയും എക്സ്ട്രാ കൊടുക്കേണ്ട, കാരണം ഒരു സെക്കൻഡ് ഹാൻഡ് CBZ ഇറ്റ് ഡസൻറ്റ് ഹാവ് സോ മച്ച് ഓഫ് വാല്യൂ. പക്ഷേ വാട്ട് ഐ സോ വാസ് ദാറ്റ് വെൻ യു ആർ കമ്പയറിങ് യു ഷുഡ് കമ്പയർ വിത്ത് ദ സെയിം ലെവൽ. ആൻഡ് ഒരു പോയിന്റും കൂടി പറയാനുള്ളത്, നമ്മൾക്ക് യു നോ വാട്ട് യു വാണ്ട്, ഇറ്റ്സ് ഓൺലി യു ഹു നോസ് വാട്ട് യു വാണ്ട്. നമ്മൾക്ക് അഭിപ്രായങ്ങൾ എടുക്കും, എല്ലാം എടുക്കും, ബട്ട് സ്റ്റിൽ എന്തുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ളത് നമുക്കൊരു ഫീൽ കിട്ടുക നമ്മളായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇഫ് യു ഫീൽ ഇറ്റ് ഇസ് വർത്ത് ഇറ്റ്, ഗോ അഹെഡ് വിത്ത് ഇറ്റ്. ഇഫ് യു ക്യാൻ afford it and if you can stretch a little bit, go ahead with it because you will not regret it. കാരണം ആ ഒരു നമ്മളായിൽ കാണുന്നൊരു സംഭവം വേറൊരു ആ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ കണ്ടുവെന്ന് വരില്ല. സോ ഫ്രണ്ട്സൊക്കെ കുറേ പറഞ്ഞിരുന്നു, പക്ഷേ അതിനുശേഷം പിന്നെ ബൈക്ക് വാങ്ങിയിട്ട് എത്തിയതിനു ശേഷം when they also rode it, they understood, yeah, it was worth it. Because വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. I don't know, CBZ അന്ന് കുറച്ചൊരു ഇൻഫേമസ് ആയിരുന്നു ഫോർ മൈലേജ്. ഇഫ് യു സേ 30-35 ഒക്കെ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. ബട്ട് ദിസ് ബൈക്ക് വിച്ച് ഐ ടോക്ക്, ഇറ്റ് യൂസ് ടു ഗിവ് മീ 45 km/L മൈലേജ്. ആൻഡ് ദാറ്റ് വാസ് എ ബിഗ് തിങ് അറ്റ് ദാറ്റ് ടൈം. ഐ മീൻ CBZ അന്നേരത്തുള്ള പവർഫുൾ ബൈക്സിൽ വെച്ചിട്ട് 45 കിട്ടുമെന്ന് വെച്ചാൽ വലിയ സംഭവമായിരുന്നു. ഗുഡ് എക്സ്പീരിയൻസ് അഗെയിൻ. സോ അങ്ങനെയാണ്. പിന്നെ ആ ബൈക്ക് ഞാൻ കുറേ നാൾ യൂസ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് കഴിയുന്നത് വരെ ഐ ഹാഡ് ദ ബൈക്ക് ഫോർ ഓൾമോസ്റ്റ് 3 to 4 years. ആൻഡ് ഐ വാസ് ഫേമസ് ഫോർ മെയിൻറ്റെയിനിങ് ദ ബൈക്ക്. സോ എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ലോങ് റൈഡിനൊക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അവരുടെ ബൈക്ക് ഉണ്ടെങ്കിലും യൂസ് ടു ടേക്ക് മൈ ബൈക്ക് ആൻഡ് ഗോ. ബിക്കോസ് മെക്കാനിക്കൽ കണ്ടീഷൻ ഞാൻ എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കാം, ഓൺ ടൈം സർവീസ്. എനിക്ക് ചെറുപ്പത്തിൽ മുതൽ അച്ഛൻ എന്നോടൊരു കാര്യം പറയാറുണ്ടെന്ന്, നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടി അതാണ് നമ്മളെ കൊണ്ട് നടക്കുന്നത്, നമ്മുടെ സേഫ്റ്റി. സോ യു ഷുഡ് ഓൾവേസ് ഷോ ദാറ്റ് റെസ്പെക്ട്. സോ വണ്ടി ഒരു ജീവനുള്ള കാര്യമല്ല, പക്ഷേ if you maintain, it's after all a machine, if you are maintaining it the correct way, the on time maintenance അല്ല സർവീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ the vehicle will never put you down. ആൻഡ് നമ്മൾ ഒരിക്കലും ഒരു വഴിയിലായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. സോ അതാണ് വണ്ടിയോടാണെങ്കിലും give respect and the vehicle will show the respect back to you. So that kind of feeling is what I have. So I would say this inspiration I got it from my dad. ചെറുപ്പത്തിൽ മുതൽ ഡാഡ് ഇത് പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അഗൈൻ ഫ്യൂ തിങ്സ്, ബട്ട് അഗൈൻ ഞാൻ വണ്ടി എപ്പോഴും ഞാനെപ്പോഴും സംസാരിക്കും. എപ്പോഴും എനിക്ക് ചെറിയൊരു ശീലമുണ്ട്. ഇപ്പം പോകുമ്പോൾ എങ്ങനെ ഒരു കുഴിയിലോ വല്ലതും വീണോ അങ്ങനെയെല്ലാം വീണു പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ സോറി ബേബി. സോ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഐ നോർമലി ട്രീറ്റ് ദ ബൈക്ക് ആസ് എ ഫ്രണ്ട് ഓർ ആസ് എ പാർട്ട്ണർ. അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കഴിയാറായി. അന്നേരം പിന്നെ ബൈക്ക് പിന്നെ ഞങ്ങൾ കഴിയാറായപ്പോഴത്തേക്കിനും വി സോൾഡ് ദാറ്റ് ബൈക്ക് ആക്ച്വലി. കാരണം ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊരു കാർ വേണമെന്ന് ചോദിച്ചു. ഓക്കെ, ലാസ്റ്റ് സെമസ്റ്റർ ആയിരുന്നു എഞ്ചിനീയറിംഗിന്. അന്നേരം പറഞ്ഞു അങ്ങനെ. പക്ഷേ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ തന്നെ വേറൊരു ഫ്രണ്ടിന് ബൈക്ക് വേണമെന്നുണ്ടായിരുന്നു. കാരണം ബൈക്കിന് എല്ലാവർക്കും താല്പര്യമാണ് എൻ്റെ ബൈക്കിനോട്. ഹീ ടുക്ക് ദ ബൈക്ക്. ഞങ്ങൾ എന്നിട്ട് ആ കാശ് വെച്ചിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഒപ്പിച്ചെടുത്ത്, എന്നിട്ട് എന്തായാലും ബൈക്ക് എന്തായാലും ഗ്രൂപ്പിൽ നിന്ന് വിട്ടു പോയിട്ടുള്ളൂ. അവിടെ തന്നെ എങ്ങാനും പിന്നീട് അപ്പോഴും മനസ്സ് മാറിയാൽ തിരിച്ചെടുക്കാമെന്നുള്ളൊരു ഓപ്ഷനിലായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ അങ്ങനെ കഴിഞ്ഞ് വന്നിട്ട് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ആ ബൈക്ക് അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഐ കെയിം ടു ബാംഗ്ലൂർ. ദിസ് വാസ് ഇൻ 2007 എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ എത്തിയത്. അന്നേരം ബാംഗ്ലൂർ എത്തി കഴിഞ്ഞ് 3 മാസം ഒക്കെ ജോലിക്കൊക്കെ തുടങ്ങി, ജോയിൻ ചെയ്തു. ആഫ്റ്റർ 3 months ഞാൻ പിന്നെ തോന്നാൻ തുടങ്ങി, ഓക്കെ ബാംഗ്ലൂരായി, ഓക്കെ ഇപ്പോൾ ഒരു ജോലിയൊക്കെ തുടങ്ങി, ട്രെയിനിങ് ഒക്കെ കഴിയാറായി. അപ്പോൾ ഇനി ഒരു വണ്ടി ആയാലും മോശമില്ല. എന്നാലും അവിടെയൊക്കെ കറങ്ങാൻ ബാംഗ്ലൂർ അല്ലേ, ഒരു മെട്രോ സിറ്റി അല്ലേ, ഒന്ന് കറങ്ങാനൊക്കെ വേണ്ടേ. അന്നേരം വിചാരിച്ചു ഓക്കെ വൈ നോട്ട് അനദർ ബൈക്ക്. അന്നേരമാണ് കുറച്ചുകൂടി കോൺഫിഡൻസ്. ഐ മീൻ ഓക്കെ നൗ ദാറ്റ് ഐ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. ഓക്കെ ഇനിയിപ്പം പേരൻസിനോട് ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമ്മുടെ ഡ്രീമിന് ചേസ് ചെയ്യാനായിട്ട്. സോ ഇഫ് വി ക്യാൻ ഡു ഇറ്റ് ബൈ അവർ സെൽസ്. അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഓക്കെ വൈ നോട്ട് ദ നെക്സ്റ്റ് ബൈക്ക് ദാറ്റ് ഐ ലവ് ദ മോസ്റ്റ്. സോ ദാറ്റ് വാസ് Karizma. Yeah, so I mean after CBZ I would say that was the perfectly designed sports bike ever made in India. I mean adinu shesham vannittundairunnu say CBR 250 and all, but till that time I felt there was a competition, Pulsar 220, ബട്ട് എനിക്ക് എപ്പോഴും ഒരു ചായ്വ് കറിസ്മയോടായിരുന്നു ബിക്കോസ് ഓഫ് മൈ സീറ്റിംഗ് പൊസിഷൻ. CBSയിലാണെങ്കിലും കറിസ്മയിലാണെങ്കിലും നമ്മുടെ കാല് എൻ്റെ വെച്ചാൽ സ്ട്രക്ചർ വെച്ചാൽ കുറച്ച് അപ്പർ ബോഡി കുറച്ച് ഷോർട്ടാണ്, ലോവർ ബോഡി കുറച്ച് ടോളറാണ്. സോ ഇരിക്കുമ്പം പൾസറിൻ്റെ മേളിൽ എപ്പോഴും ഇങ്ങനെ കാലിങ്ങനെ കവച്ചായിരുന്നു വരിക ടാങ്കിൻ്റെ മേളിൽ ബിക്കോസ് ഓഫ് ദ ലോങ്ങർ ലെഗ്.
പക്ഷേ സി ബിസിലാണെങ്കിലും കരീസ്മയിലാണെങ്കിലും യൂസ് ടു പെർഫെക്റ്റ്ലി ടക്ക് ഇൻ ആ ടാങ്കിൻ്റെ ആ ഷേപ്പിൻ്റെ അടുക്കിൽ ആ വിടവിലേക്ക് പെർഫെക്റ്റ്ലി ടക്ക് ഇൻ ചെയ്യുമായിരുന്നു. സോ നമ്മൾ ഇവൻ ഇഫ് വി ആർ ഗോയിങ് ഓൺ സ്പീഡ് ആ ഒരു വിൻഡ് റെസിസ്റ്റൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യാറില്ലായിരുന്നു. സോ ദാറ്റ് വാസ് അഗൈൻ വൺ മോർ തിങ്. ആൻഡ് പിന്നെ വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഐ ഹേർഡ് ദാറ്റ് ഓൾസോ വാസ് ഗുഡ് ഫോർ ഡ്രാഗ് റേസ്, ഫോർ ദറ്റ് പവർ ആൻഡ് ദറ്റ് റഷ്. ഒരു കാര്യം കൂടി എനിക്ക് തോന്നിയിരുന്നത് പൾസറിൻ്റെ ക്വാളിറ്റി വെൻ കമ്പയർഡ് ടു ദ മെറ്റീരിയൽ ക്വാളിറ്റി വെൻ വി ഹാഡ് ഇൻ കറിസ്മ, ദർ വാസ് എ ഹ്യൂജ് ഡിഫറൻറ്റ്. നോട്ട് ഓൺലി കറിസ്മ, സോറി, ഹീറോ ഹോണ്ട. ഫോർ എക്സാമ്പിൾ നമ്മുടെ പൾസർ 220ക്കും മാഗ് വീൽസ് ഉണ്ടായിരുന്നു, ആൻഡ് ദ സെയിം മാഗ് വീൽസ് വാസ് ദ ഫോർ കറിസ്മ. പൾസറിൻ്റെ മാഗ് വീൽസ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി കുറച്ച് സ്പീഡിൽ ഒരു പോട്ട് ഹോളിൽ പോയി വീണു. ദ മാഗ് വീൽസ് ക്രാക്ഡ്. ദാറ്റ് ഷുഡൻറ്റ് ഹാപ്പൻ. ദ സെയിം തിങ് ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് പോയ പോക്കൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് ആ ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇറ്റ് വുഡൻ ബി ദാറ്റ് സ്റ്റേറ്റ്. സോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ വി ആർ ഷെല്ലിങ് ഔട്ട് എ ലിറ്റിൽ എക്സ്ട്രാ ഫോർ ഇറ്റ്, ബട്ട് ദ ക്വാളിറ്റി ഈസ് വാട്ട് ഐ സോ ബെറ്റർ ഇൻ ഹീറോ ഹോണ്ട കമ്പയർഡ് ടു ദ ലുക്സ് വാട്ട് വി ഗെറ്റ് ഇൻ പൾസർ. Pulsar was famous for the looks and the additional benefits what you used to get, say for example the short handle. So അങ്ങനെ മനസ്സ് ഉറപ്പിച്ച് പിന്നെ ഒരു കറിസ്മ വാങ്ങാം എന്നുള്ള തീരുമാനമായി. വീട്ടിൽ പറഞ്ഞു ഞാനിങ്ങനെ വണ്ടി എടുക്കാൻ പോവാണ്. ഫസ്റ്റ് ഹാൻഡ് എടുക്കാനാണ് താല്പര്യം, കാരണം ഇതുവരെ വാങ്ങിയതെല്ലാം സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. വീട്ടുകാരെ സമ്മതിച്ചു. ഞാൻ അന്നേരം പിന്നെ നമ്മുടെ ഡബിൾ റോഡിൽ, എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല എവിടെയായിരുന്നു എന്നുള്ളത്, ബാംഗ്ലൂരിൽ ഒരു ഷോറൂമിൽ പോയി. അന്നേരം അവിടെ പോയിട്ട് ബുക്ക് ചെയ്തു. റെഡ് കറിസ്മ തന്നെ വേണമെന്നായിരുന്നു. വാങ്ങുകയാണെങ്കിൽ റെഡ് ഇസ് ദ ഫസ്റ്റ് തിങ്. ദാറ്റ് ഗിവ്സ് എ ഡിഫറെൻറ്റ് ലുക്ക് ഓൾ ടുഗെദർ. അങ്ങനെ പോയി ബുക്ക് ചെയ്തു. വിത്തിൻ 2 weeks ഐ ഗോട്ട് ദ ബൈക്ക്. കോൾ വന്നു ഷോറൂമിൽ നിന്ന്, സോ ബൈക്ക് ഇസ് റെഡി ഫോർ ഡെലിവറി. അന്നേരം ഫ്രണ്ട്സ് ആരും ഇല്ല, കാരണം ഫ്രണ്ട്സൊക്കെ ഇപ്പം ബാക്കി കുറേ ആൾക്കാർ ഹുബ്ലിയിലായിരുന്നു. ബാംഗ്ലൂരുള്ളവരും കുറച്ച് എല്ലാവരും അവരുടെ ലൈഫിൽ കുറച്ച് ബിസി ആയിരുന്നു. ഐ ഡോണ്ട് വാണ്ട് വെയിറ്റ് ഫോർ അതേഴ്സ്. ഇമ്മീഡിയറ്റ്ലി ക്യാബ് ബുക്ക് ചെയ്ത് ഷോറൂമിലെത്തി. ബൈക്ക് വാസ് ദെയർ. ഐ വാസ് ലൈക്ക് വാവ്, ദിസ് ഇസ് മൈൻ. ഐ മീൻ ദാറ്റ് ഐ കനോട്ട് എക്സ്പ്രസ് ദാറ്റ് ഫീലിംഗ്. കാരണം സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മുടെയായിട്ടൊരു ഡ്രീം അച്ചീവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ്, that's totally unexplainable. അത് നമ്മളൊരു ഫീൽ ചെയ്യുമ്പോൾ നമുക്കത് അന്നേരം അത് പറയാൻ പറ്റുള്ളൂ. സോ ഐ വാസ് വെരി എക്സൈറ്റഡ്. അങ്ങനെയാണ് ബൈക്ക് എടുത്തിട്ട് പൂജയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിക്കോസ് ആസ് ഐ ടോൾഡ്, ഞാൻ വണ്ടി ഒരു ഫ്രണ്ടും പാർട്ണറുമായിട്ടാണ് കാണുന്നത്. സോ ഡു ദാറ്റ് ഓസ്പീഷ്യസ് തിങ് ആൻഡ് ഓൾ. അങ്ങനെയൊക്കെ ചെയ്ത് അഗൈൻ ഐ ടുക്ക് ദ ബൈക്ക് ആൻഡ് കെയിം ബാക്ക്. പിന്നീടായിരുന്നു പിന്നെ കറിസ്മയായിട്ടുള്ള റൈഡ് സ്റ്റോറീസ് ആയിരുന്നു പിന്നെ അതിന് ശേഷം. സോ അറ്റ് ദാറ്റ് ടൈം നമുക്ക് നേരം ഈ ബാംഗ്ലൂരിൻ്റെ ഉള്ളിലാണെങ്കിൽ കുറച്ച് സ്പീഡിലൊക്കെ പോകണമെങ്കിൽ ഞാൻ ചോദിച്ചു ഒന്നില്ലെങ്കിൽ ഒരു ഓപ്ഷനുള്ള നൈസ് റോഡ് അല്ലെങ്കിൽ മൈസൂർ റോഡ്. ഞാൻ ചോദിച്ചു വൈ നോട്ട് ഓൺ മൈസൂർ റോഡ്. സോ വീക്കെൻഡ് ഓഫ് ആയിരുന്നു. നോർമലി IT വർക്ക് ചെയ്യുന്നുണ്ട്. സോ സാറ്റർഡേ മോർണിംഗ് ഏർലി മോർണിംഗ് എണീറ്റിട്ട് മൈസൂർ റോഡിലേക്ക് വണ്ടി എടുത്ത് പോകും. അങ്ങനെ വെറുതെ ഒരു ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ടു എൻജോയ് ദ റൈഡ്, ബിക്കോസ് ദ റോഡ്സ് വേ ഗുഡ്. അധികം തിരക്കുണ്ടാവില്ല അതിരാവിലെ ആകുമ്പോൾ. സോ അങ്ങനെ ഒരു മീഡിയം സ്പീഡിൽ അങ്ങനെ പോവായിരുന്നു വീക്കെൻഡ് റൈഡിൽ. പെട്ടെന്ന് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും പെട്ടെന്ന് ഒരു ഒച്ച കിട്ടും എന്ന് പറഞ്ഞ് ഒച്ച കിട്ടും. ഞാൻ വെച്ച് എന്തുവാ സംഭവം നടന്നത്. തിരിഞ്ഞ് നോക്കുകയും ഒരു ഒച്ച പോകുന്ന പോലെ കണ്ടു. ഒന്നും കാണാൻ പോലും പറ്റില്ല. ബിഫോർ ഐ കുഡ് റിയലൈസ് ലൈക്ക് ഇറ്റ് വാസ് ഗോൺ. ഞാൻ വെച്ചാൽ എന്തുവാ സംഭവം നടന്നത്, എന്തുവാണ്. ഞാൻ വെച്ചാൽ ഐ ഗോട്ട് ടു നോ ഇറ്റ് വാസ് എ സൂപ്പർ ബൈക്ക്, പക്ഷേ കാണാൻ പോലും പറ്റിയില്ല. ഐ ഡിഡ്ന്റ് നോ വി ഹാഡ് സൂപ്പർ ബൈക്സ് ഹിയർ. ഐ നോ ദാറ്റ് ഉണ്ടായിരുന്നു, കാരണം ധൂം മൂവിയൊക്കെ ഇറങ്ങിയപ്പോഴൊക്കെ അറിയാം സൂപ്പർ ബൈക്സ് ഉണ്ട്. പക്ഷേ അത് ഐ ഓൾവേസ് ഹാഡ് എ തിങ്ക് ലൈക്ക് നമ്മൾ ബാംഗ്ലൂർക്ക് കുറച്ച് കുറവായിരുന്നു. കൂടുതലും കാണുന്നതൊക്കെ TV ഒക്കെ കാണുന്നതാണെങ്കിൽ നോർത്ത് ഇന്ത്യ, ബോംബെ, അത് മെട്രോ സിറ്റീസിൽ അവിടെയായിരുന്നു. സോ ബാംഗ്ലൂർ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ബിക്കോസ് നൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഹാഡ് സൂപ്പർ ബൈക്ക്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആരും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ വെച്ചു പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ, നമ്മൾ പിടിച്ചാലും കിട്ടത്തൊന്നുമില്ല, കറിസ്മയാണ് നമ്മൾ, പോട്ടെ പിന്നെ എപ്പോഴും കാണാമെന്ന് വെച്ചിരുന്നു. പിന്നെ കുറച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഇതേപോലെ 2-3 വെച്ച് കേൾക്കുന്നു. അന്നേരം എനിക്ക് മനസ്സിലായി സൂപ്പർ ബൈക്സ് വരുന്നുണ്ട്, പക്ഷേ നമുക്ക് സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കാം, ഇടയ്ക്ക് പോയി വിടണ്ട. വെറുതെ ആ കൂട്ടത്തിലെങ്ങാനും ഇടയ്ക്ക് പോയി പെട്ട് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേണ്ടല്ലോ, നമ്മൾ പതുക്കെ സൈഡിലേക്ക് ഒന്ന് ഒതുങ്ങി ഒന്ന് സ്ലോ ആക്കി നിർത്തി. എന്നിട്ട് അവിടെ ഞാൻ നോക്കുമ്പോൾ 3 ബൈക്ക് പോകുന്നു. അത് 3 കൂടി പോകുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മീറ്റപ്പ് പോയിന്റ് ഉണ്ടാവും, നമുക്ക് അവിടെ പോയാൽ ബൈക്ക് കാണാം. വെച്ച് പിടിച്ച് പറ്റുന്നത്ര വകയിൽ വെച്ച് പിടിച്ച് മുമ്പിലെത്തിയപ്പോഴത്തേക്കും ഐ കുഡ് സീ എല്ലാവരും അവിടെ ബൈക്ക് വെച്ച് റബ് ചെയ്യുന്നു, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ബൈക്സൊക്കെ. ഐ വാസ് ലൈക്ക് ഓ മാൻ, സീരിയസ്ലി ദിസ് ഹാപ്പൻസ് ഇൻ ബാംഗ്ലൂർ ആൻഡ് ഐ ഡിഡ്ന്റ് നോ അബൌട്ട് ഇറ്റ്. ഹൗ കം? ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ ബൈക്ക് കാണുന്നത്. ഹൗ ദാറ്റ് വുഡ് ബി ആൻഡ് ഹൗ വിൽ ഇറ്റ് ബി? ഐ മീൻ ഒരു ഇതുണ്ടായിരുന്നു. നോക്കുമ്പോഴത്തേക്കിനും there were 2 or 3 Hayabusas, the first gen ധൂമിൽ ഇറങ്ങിയ മോഡൽ, ആൻഡ് there was one R1
ദർ വാസ് വൺ കവാസക്കി, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല ഏതായിരുന്നു മോഡൽ, ആൻഡ് വൺ CBR ഐ ബിലീവ്. The one that caught my attention was R1. So അങ്ങനെ I was like stunned. ആ വണ്ടി നേരിട്ട് കണ്ടപ്പോഴത്തേക്കിനും like looking at the tire size, the first thing, and the engine, I mean how big the engine was. I was like wow, such a beauty. I was like okay, കുറച്ചൊന്ന് തൊട്ടൊക്കെ നോക്കി ബൈക്കൊന്ന് കയറി ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അഗൈൻ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ് ബിക്കോസ് ഐ നോ എല്ലാവർക്കും അവരവരുടെ വെഹിക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് യു ആസ്ക് പെർമിഷൻ ആൻഡ് ദെൻ ഡു ഇറ്റ്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ അല്ലാതെ ഒന്ന് ചെയ്യുന്നത് ശരിയല്ല. ഐ ഗോട്ട് എ ചാൻസ് ഫോർ മൈ ഹയർ സ്റ്റഡീസ് UK പോകാനായിട്ട്. അന്നേരം ബൈക്കിന് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ബൈക്ക് വാങ്ങിയിട്ട് ആകെ കൂടി 4 മാസമേ ആയിട്ടുള്ളൂ. പുതിയ വണ്ടിയാണ്, 4000 കിലോമീറ്റർ മറ്റും ഓടിയിട്ടുള്ളൂ. ഇനി ഇത് വിറ്റിട്ട് പോകണമല്ലോ എന്നുള്ളത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. വീട്ടിൽ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കി അച്ഛനോട്, അച്ഛൻ ഞാൻ വീട്ടിൽ വയ്ക്കാം, അച്ഛൻ ഇവിടെ ടൗണിലൊക്കെ പോകാനായിട്ടൊന്ന് യൂസ് ചെയ്ത് വിടുക, ഞാൻ തിരിച്ച് വന്നിട്ട് ഞാൻ തന്നെ യൂസ് ചെയ്തോളാം. അച്ഛൻ പറഞ്ഞ് കറിസ്മ എന്നെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, സ്പോർട്സ് ബൈക്കാണ്, പ്രായമുള്ള ഞാനിതൊക്കെ എടുത്ത് ആൾക്കാർ വെറുതെ കളിയാക്കും. സോ അങ്ങനെ അതായതുകൊണ്ട് പിന്നെ ഞാനത് സെല് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ബിക്കോസ് വെറുതെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ അത് സെല് ചെയ്തു. ആൻഡ് ഐ വെൻറ്റ് ടു UK ഫോർ മൈ ഹയർ സ്റ്റഡീസ്. അങ്ങനെ UK ചെന്നതിന് ശേഷം പിന്നെ അങ്ങനെ ബൈക്ക് റിലേറ്റഡ് വലിയ അങ്ങനെ സംഭവങ്ങളല്ല, നോ ഇൻസിഡൻസ് ആസ് സച്ച് ഹാപ്പൻ. ബട്ട് ഹൗഎവർ മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് Ducati happened when I was in UK. 2008 or 9. I think it was in 2009. സോ അങ്ങനെയാണ് ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് നോക്കി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടി അടുത്തേക്ക് പോയി ആ ഒരു ഷോറൂമിൻ്റെ സൈഡ് ഒരു ആംഗിളിൽ പോയി നിന്നപ്പോഴത്തേക്കിനും കണ്ട് DUCATI ഡുക്കാട്ടി. ഐ വാസ് ലൈക്ക് വാവ്, ബൈക്സ് ഇത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബൈക്ക്, ഇത്രയും പെർഫെക്റ്റ് ഡിസൈൻ, എങ്ങനെ ഹൗ ക്യാൻ യു മേക്ക് സച്ച് എ ബ്യൂട്ടിഫുൾ ബൈക്ക്. പിന്നെ അഗൈൻ ഐ റിട്ടേൺ ബാക്ക് ടു ബാംഗ്ലൂർ. പിന്നെ തിരിച്ച് വന്നിട്ട് ഐ സ്റ്റാർട്ടഡ് ജോബ് അഗൈൻ. അന്നേരം ഇവിടെ ലോക്കൽ കമ്മ്യൂണിന് വേണ്ടി വീണ്ടും ഒരു ബൈക്ക് വേണം. നൗ അഗൈൻ ഐ തോട്ട് കറിസ്മ വാങ്ങി, ഐ ഡidn't യൂസ് ഇറ്റ് ടു ദ ഫുൾ പൊട്ടൻഷ്യൽ, ഐ didn't എൻജോയ് ഇറ്റ് ആസ് മച്ച് ആസ് ഐ വാണ്ടഡ്. വൈ നോട്ട് എ കറിസ്മ അഗൈൻ. അങ്ങനെ ഒരു ഡീല് എനിക്ക് ഒത്തുകിട്ടി, ഒരു യെല്ലോ കറിസ്മ. അങ്ങനെ പിന്നെ അതായിരുന്നു നൗ ദ നെക്സ്റ്റ് കറിസ്മ വാട്ട് ഐ ഹാഡ്. സോ കറിസ്മ എടുത്തു. അതിനുശേഷം പിന്നെ അന്നേരമായിരുന്നു ഐ ഗോട്ട് ഇൻ ടു എ റിലേഷൻഷിപ്പ് മൈ കറൻറ്റ് വൈഫ്. സോ ഷീ വാസ് ഇൻ കൊച്ചിൻ ദാറ്റ് ടൈം. അന്നേരം വീക്കെൻഡിൽ മീറ്റ് ചെയ്യാനായിട്ട് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് അതിരാവിലെ സാറ്റർഡേ ഏർലി മോർണിംഗ് 3 മണിയാകുമ്പം വണ്ടി എടുത്ത് വിടും. കറിസ്മ എടുത്തിട്ട് ഒരു 10-11 മണിയാകുമ്പോൾ അവിടെ എത്തും. ഫുൾ ഡേ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക ഗേൾ ഫ്രണ്ടുമായിട്ട്, നൗ വൈഫ്, ആൻഡ് ദെൻ റിട്ടേൺ ബാക്ക് സെയിം ഡേ. സോ രാത്രി ഒരു 12-1 o'clock ആകുമ്പോൾ തിരിച്ച് ബാംഗ്ലൂർ എത്തുമായിരുന്നു. അന്നേരമാണ് ഞാൻ റിയലൈസ് ചെയ്തത് കറിസ്മ ഇസ് നോട്ട് ജസ്റ്റ് എ സ്പോർട്സ് ബൈക്ക്, ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഫോർ ടൂറിങ് ആസ് വെൽ. ആൻഡ് കുറേ സമയം എനിക്കും തോന്നാറുണ്ടായിരുന്നു പൾസർ വെൻ ദേ ലോഞ്ച് വിത്ത് ദ ഷോർട്ട് ഹാൻഡിൽ ആൻഡ് ഓൾ ആൻഡ് ദ ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ്, വിച്ച് ഇസ് ലുക്കിംഗ് മോർ സ്പോർട്ടി, ഇറ്റ് ഫെൽറ്റ് മോർ സ്പോർട്ടി. ബട്ട് I always wonder why is Hero Honda never too much worried about the looks and the design part of it when compared to the ride aesthetics and ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിൽ കുറച്ച് ലെസർ ഇമ്പോർട്ടൻസ് ആയിരുന്നു കൊടുത്തിരുന്നത്. ആൻഡ് പിന്നീടാണ് ഈ ലോങ് റൈഡ്സ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ ഓരോരോ ഡിസൈൻ എലിമെൻറ്റ്സിൻ്റെ ഓരോരോ കാര്യങ്ങളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷോർട്ട് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ വെച്ചിട്ട് നമ്മളിപ്പം ഒരു 200 kilometers റൈഡ് ചെയ്യുവാണെങ്കിൽ ബാക്കിന് പണി കിട്ടും. പക്ഷേ ഈവൻ വെൻ ഐ ഡിഡ് ദിസ് ഓൾമോസ്റ്റ് 1000 kilometers in the 24 hours, എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നാറില്ല, അത്രയും ടയർഡ്നെസ് തോന്നാറുണ്ടായിരുന്നില്ല. ദ റൈഡിങ് പൊസിഷൻ വാസ് വിത്ത് പ്രിറ്റി കംഫർട്ടബിൾ എന്ന് വെച്ചാൽ. പക്ഷേ ആ ഒരു ടൂറിങ് ഓറിയൻറ്റഡ് മാത്രമല്ല, നമുക്ക് ഒരു ആക്സലേഷൻ വേണോ, ഒന്ന് സ്പീഡ് എടുക്കണോ, അതെല്ലാം കിട്ടുമായിരുന്നു. സോ ദാറ്റ് വാസ് ദ ലാസ്റ്റ് കറിസ്മ വാട്ട് ഐ ഹാഡ്. ദെൻ അത് ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. സോ ഇറ്റ്സ് ബീൻ വിത്ത് മീ ഫോർ ക്ലോസ് ടു 8 years now. It's been close to 11 years now that I'm having that Karisma with me. സോ അതിനുശേഷം എനിക്ക് ബൈക്കിങ്ങിന് ഒരു സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഡിസ്ക് പ്രോബ്ലം. അതുകൊണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തു ബൈക്ക് റൈഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്ന്. വിത്ത് എ ഹെവി ഹാർട്ട് ഐ ഹാഡ് ടു സ്റ്റോപ്പ് റൈഡിങ് ബൈക്ക് ഫോർ സം ടൈം. എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു കാറിനോടാണ്, കാറുണ്ട്, പക്ഷേ എങ്കിലും ബൈക്കിൽ ഓടിക്കുമ്പോൾ ആക്കിയിട്ടുന്ന ആ ഒരു ഫീൽ, ദാറ്റ് അഡ്രിനാലിൻ റഷ്, ആ ഒരു വിൻഡ് ഇൻ യുവർ ഹെയർ, ദാറ്റ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ടു കംപ്ലീറ്റ്ലി എൻഡ് ഇറ്റ്. സോ അതായിരുന്നു ഞാൻ ആ കറിസ്മ കൊടുക്കാതിരുന്നത്. ഓൾമോസ്റ്റ് 2 to 3 years ഞാൻ
തൊട്ടിട്ടേ ഇല്ലായിരുന്നു, ബൈക്ക് എടുക്കാറേ ഇല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് പോയി സ്റ്റാർട്ട് ചെയ്ത് വെക്കുമായിരുന്നു, ജസ്റ്റ് അടുത്തടുത്തൊക്കെ ഒന്ന് ഓടിക്കാറ്. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഗിവ് ഇറ്റ് അവേ ബിക്കോസ് ഇറ്റ് വാസ് എ പീസ് ഓഫ് ആർട്ട് ദാറ്റ് കറീസ് മൈ ഹാർട്ട്. അപ്പം ഈ ഹെൽത്ത് ഇഷ്യൂസ് കാരണമുള്ള ബ്രേക്ക് കാരണം 3 years ഓൾമോസ്റ്റ് നോ ബൈക്കിംഗ് അറ്റ് ഓൾ. പിന്നെ അതിനുശേഷം കുറച്ചുകൂടി ഹെൽത്ത് കണ്ടീഷൻ കുറച്ചുകൂടി ബെറ്ററായി, ഞാൻ കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, and also share it with your friends and family.